ഉച്ചക്കത്തേക്കുള്ള ചോറും കറികളൊക്കെ വെച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേ ദിവസത്തെ ചോറുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഒരു കലത്തിൽ തിളപ്പിച്ചുരുന്നുണ്ട്. അപ്പുറത്തെ കലത്തിൽ നമുക്ക് രാത്രിത്തേക്കുള്ള ചോറ് വെച്ചെടുക്കാം കേട്ടോ. കറിയായിട്ട് നമുക്കിന്ന് ചീരയും പരിപ്പും കൂടെ തേങ്ങ അരച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ചീര അരിഞ്ഞോണ്ടിരിക്കുന്ന നേരത്താണ് അപ്പം ചാളയും കൊണ്ട് വന്നത് കേട്ടോ. ഇന്നപ്പം നേരത്തെ വന്നിട്ട്, പക്ഷെ 2 ദിവസം മുന്നേ നമുക്ക് ഇതുപോലെ കുഞ്ഞു ചാള കൊണ്ടുവന്നിട്ട് നമ്മൾ കറി വെച്ചപ്പോഴത്തേക്ക് വലിയ രുചിയൊന്നും തോന്നിയില്ല കേട്ടോ. ഞാനപ്പോൾ അതിൽ നിന്ന് ഒരു ഇച്ചിരി മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. നമുക്കത് തിളപ്പിച്ചെടുക്കാമെന്ന് കരുതി. കാരണം രാത്രി പള്ളിയിലൊക്കെ പോകാനുള്ളതുകൊണ്ടിട്ടേ കറികളൊക്കെ വെച്ച് വെച്ചിട്ട് പോയാൽ പിന്നെ വന്നിട്ട് പണിയൊന്നും ചെയ്യണ്ടല്ലോ എന്ന് കരുതി. അങ്ങനെ ഞാൻ ചാളയെല്ലാം വെട്ടിത്തേച്ച് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ വറുക്കാനായിട്ട് ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടില്ലേ. തലേ ദിവസം നമ്മൾ അരപ്പ് പുരട്ടി വെച്ച മീനുണ്ടായിരുന്നു. അപ്പോൾ അത് വറുത്തെടുക്കാമെന്ന് കരുതി. കറിക്കുള്ള ഉള്ളിയാണ് വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് മൂപ്പിച്ച ശേഷം ചാറിന് ആവശ്യമായ വെള്ളവും ഇട്ട് കൊടുത്ത് കുടംപൊടി ഉപ്പ് ഇട്ട് കൊടുത്ത് അതവിടെ നിന്ന് തിളക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ചീരയും പരിപ്പിനും വേണ്ട തേങ്ങ അരച്ചെടുക്കാട്ടോ. അരപ്പ് തയ്യാറാക്കി എടുത്തപ്പോഴത്തേക്കും ചാറ് തിളച്ചു വന്നിട്ടുണ്ടായപ്പോൾ അതിലോട്ട് ചാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ നിന്ന് തിളച്ച് വറ്റി വരട്ടെ. ചീരയും പരിപ്പിനും വേണ്ട കടുകാണ്ട താളിച്ചെടുക്കണം. അതിന്റെ ഒപ്പം തന്നെ മീനും വറുക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. മീൻ വറുത്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാം. അങ്ങനെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി കുളിച്ചു ഭക്ഷണം കഴിച്ചു. ആ പാത്രം